ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളത്. ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ബിക്കോസ് ദിസ് ഈസ് ഇൻ ദ ഫോം ഓഫ് dy/dx പ്ലസ് py ഈസ് ഈക്വൽ ടു q. ആ ഫോമിലാണെങ്കിൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ വൈയുടെ കൂടെ ഉള്ളത് എന്തോ അതാണ് പി. അതായത് ഇവിടെ പി ആയിട്ട് വരുന്നത് 1/x ആണ്. ആൻഡ് ക്യൂ ആയിട്ട് വരുന്നത് റൈറ്റ് സൈഡിൽ എന്താണുള്ളത് ഇതായിരിക്കും ക്യൂ. അപ്പോൾ ക്യൂ ആയിട്ടുള്ളത് x². അങ്ങനെയാണെങ്കിൽ ആദ്യം ഇത് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഫൈൻഡ് ചെയ്യണം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു e റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരിക? e റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. എടാ ഇവിടെ പി ആയിട്ടുള്ളത് 1/x അല്ലേ? അപ്പോൾ 1/x dx. 1/xന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? log x അല്ലെങ്കിൽ log mod x. അപ്പോൾ e റൈസ് ടു log x എന്ന് എഴുതിയാൽ മതി നിങ്ങൾ. ആൻഡ് ഇയും ലോഗും ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് രണ്ടും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആൻസർ ഈസ് എക്സ്. അപ്പോൾ ഇതാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി ഇങ്ങനെയുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എഴുതണമെങ്കിൽ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. സൊല്യൂഷൻ ഈസ് y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് പ്ലസ് സി. വളരെ സിമ്പിൾ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ എഴുതുക? y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ? എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു q ഇൻറ്റു q എന്താ നിങ്ങൾക്ക് തന്നത് അവിടെ? x² അല്ലേ? അപ്പോൾ x² ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ്, ഇതിനൊരു ഡി എക്സ് പ്ലസ് സി. സിമ്പിളാണ്. yx ഈസ് ഈക്വൽ ടു x² ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ x³ അല്ലേ? അപ്പോൾ x³ dx പ്ലസ് സി. x³ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ എന്താ കിട്ടുക? x റൈസ് ടു 4/4 പ്ലസ് അവസാനമുള്ള സി. ഇതാണെന്ത്? ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ചാപ്റ്ററിലെത്തത്.